ആദിവാസി മേഖലകളിൽ താമസിക്കുന്നവർക്ക് ഇന്നും അവഗണന മാത്രം. അടച്ചുറപ്പില്ലാത്ത ശുചിമുറിയും ചോർന്നൊലിക്കുന്ന വീടും ഇവരുടെ തീരാവേദനകളാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വരേടംപാടം ആദിവാസി മേഖലകളിലെ കാഴ്ചകളിലേക്ക്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് വരേടംപാടം ആദിവാസി മേഖലയിൽ ഏതാണ്ട് 18ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. 18ഓളം വീടുകളാണ് ഉള്ളത്. അതിൽ ഏതാണ്ട് 40ഓളം കുടുംബങ്ങൾ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എല്ലാ കാലത്തെയും പോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോഴൊക്കെ വാഗ്ദാനങ്ങളുമായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ കയറി ഇറങ്ങാറുണ്ട്. എന്തായാലും ഈ ആദിവാസി മേഖലയിൽ നിന്നുള്ള പ്രശാന്ത് നമ്മോടൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ? ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ദയനീയമായുള്ളൊരു അവസ്ഥയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ഇതൊന്നും ഇല്ലാത്ത ഇതുകൊണ്ട് എല്ലാവരും കൂലിപ്പണിയും തൊഴിലുറപ്പിൻ്റെ ഇതിനൊക്കെ പോണതല്ലേ. അപ്പോൾ കുറേ ആൾക്കാർ പിന്നെ ഭക്ഷണത്തിന് ഇതിനൊക്കെ ബുദ്ധിമുട്ടിൻ്റെ ഇതിലൊക്കെ തന്നെയാണ്. രാഷ്ട്രീയക്കാരെന്ന് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇലക്ഷൻ വരുമ്പോഴത്തിന് മാത്രം ഒന്ന് കയറി ഇറങ്ങി നമ്മൾ അങ്ങനെ ആക്കി തരാം, ഇങ്ങനെ ആക്കി തരാം, വീട് കയറ്റി തരാം, കൊട്ടാരം പണി തരാം എന്ന് പറയുന്നല്ലാതെ വെറും വാക്ക് മാത്രമേ ഉള്ളൂ. ഇത്രയും കാലമായിട്ട് 10, 16, 17 കൊല്ലമായിട്ട് ഈ വീടുകളൊക്കെ കാണണം. ഇതൊക്കെ പൊളിഞ്ഞ് ചാടാനായിട്ടുണ്ട്. അടിത്തറ വരെ ആകെ ഇളകിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷെ രാഷ്ട്രീയക്കാർ ആരും തിരിഞ്ഞു നോക്കണില്ലെന്ന് മാത്രം. എന്നാ പൊളിഞ്ഞു ചാടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ ഇങ്ങനെ കാത്തുക. കാരണം വീടിന് അപേക്ഷ കൊടുത്തിട്ടില്ലേ? വീടിന് അപേക്ഷ കൊടുത്തിട്ട് ഇപ്പൊ നമ്മള് എല്ലാ പിന്നെ വർഷം ഇങ്ങനെ അപേക്ഷ കൊടുക്കുന്നല്ലാതെ രാഷ്ട്രീയക്കാരും ആരും നേതാക്കന്മാരൊന്നും ആയത് തിരിഞ്ഞു നോക്കണില്ല. അനില, എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ? സാഹചര്യം അങ്ങനെ തന്നെ പറഞ്ഞ മാതിരി തന്നെ. ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം അവർക്ക് ഇങ്ങോട്ട് മുന്നോട്ടുള്ള ഇതുള്ളൂ. ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. പിന്നെ സൂക്കട് വന്നാൽ കാര്യങ്ങളായാലും ഭയങ്കര റിസ്ക്കാ. സർക്കാരിൽ നിന്ന് ഈ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുന്നുണ്ടോ? ശരി, കുറെ കാലം മുന്നിൽ കിട്ടിയത്, പിന്നെ ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാ വീടിന്റെ അവസ്ഥ ഇത് തന്നെ. ഇതില് മിക്കവാറും വീടുകളൊക്കെ മാത്രം, അതായത് ഒരു 5-8 വീടുകൾ ആകെ പൊളിഞ്ഞ മട്ടിലാണ് നിൽക്കുന്നത്. എപ്പോഴാണ് നിലം പതിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ രാത്രി കടന്നുറങ്ങുന്ന ടൈമിലാണെങ്കിൽ എത്ര പിന്നെ ഒരു വീട്ടിൽ 4-5 കുടുംബം ഉണ്ടെങ്കിൽ ഈ 5 ആൾക്കാർ മരിക്കുന്നല്ലാതെ വേറൊരു നിവൃത്തില്ല. എന്നിട്ട് രാഷ്ട്രീയക്കാർ വീണ്ടും അവർ കളിയാക്കണ മട്ടിലാണ് ഇങ്ങനെ ചെയ്തു പോണത്. അവർക്ക് വോട്ട് ഇവിടുന്ന് കിട്ടണം. കുളിക്കാനൊരു കുളിമുറിയില്ല, ഒരു പാത്രം കഴുകാൻ ഒഴിച്ചു വിടാനൊരു ചാലില്ല, ഒരു കുഴി കുത്തി തന്നാലും ഒരു ഇത് അയക്കും. ഇതിപ്പോൾ ഒരടുക്കള കൂടെയാണ് ഞങ്ങളിത് പോകുന്നത്. പിന്നെ എൻ്റെ പെണ്ണെന്ന് പറഞ്ഞ +2 വരെ പഠിച്ചതാണ്. അതിനിപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് കൊടുത്ത് പോന്നിട്ടേ ഉള്ളൂ. അതിനും പിന്നെ പൈസ കെട്ടിയാക്കാനാണ് പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിലോട്ട് പൈസയില്ല. ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഈ രാഷ്ട്രീയക്കാരും സ്ഥാനാർത്ഥികളുമൊക്കെ കൃത്യമായി വോട്ട് ചോദിക്കാനെത്തും. ഇവർ ഒരു പൗരന്റെ മൗലിക അവകാശം എന്ന നിലയിൽ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ആരും തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലമ്പൂരിൽ നിന്നും ഈ ആദിവാസി മേഖലയിൽ നിന്ന് സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.